നമസ്കാരം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ആരാണെന്നറിയാമോ? ഈ ചോദ്യത്തിന് ഉത്തരമായി ഒരേ ഒരു പേരു മാത്രം, നരേന്ദ്ര ദാമോദർ ദാസ് മോദി, നമ്മുടെ പ്രധാനമന്ത്രി. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ലോക നേതാക്കളുടെ ജനപ്രീതി അളക്കുന്ന ആഗോള സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നാമതെത്തി. US ആസ്ഥാനമായുള്ള പ്രശസ്തമായ ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെയുള്ള കാലയളവിലെ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 68% അംഗീകാര നിരക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. സർവേയിൽ ഉൾപ്പെട്ട ലോക നേതാക്കളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണിത്. പങ്കെടുത്തവരിൽ 26% പേർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ 6% പേർ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ഓരോ രാജ്യത്തെയും മുതിർന്ന പൗരന്മാരിൽ നിന്നും ശേഖരിച്ച 7 ദിവസത്തെ റോളിംഗ് ശരാശരിയെ അടിസ്ഥാനമാക്കിയാണ് ഈ റേറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. പട്ടികയിൽ മോദിക്ക് പിന്നാലെ 2ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ ആണ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് 3ാം സ്ഥാനത്തുമെത്തി. എന്താണ് ഈ ജനപ്രീതിക്ക് കാരണമെന്ന് പരിശോധിക്കാം. മോദിയുടെ ഈ തുടർച്ചയായ മുന്നേറ്റത്തിനു പിന്നിൽ പല ഘടകങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ശക്തമായ നേതൃശൈലി തന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ സ്വാധീനം ഉയർത്തിയതും ആഭ്യന്തര പദ്ധതികളും ക്ഷേമ നയങ്ങളും ഇതിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. ഡിജിറ്റൽ ഇന്ത്യ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം തുടങ്ങിയ വലിയ പദ്ധതികൾ മോദി എന്ന റോൾ മോഡൽ ഉയർത്തിക്കാട്ടുകയാണിപ്പോൾ. എന്നാൽ ഇതിനൊപ്പം വിമർശനങ്ങളും ഇല്ലെന്നല്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമൂഹ്യ രാഷ്ട്രീയ വിവാദങ്ങൾ എന്നിവയെല്ലാം എതിർപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്തുണയും വിമർശനവും പരിശോധിക്കുകയാണെങ്കിൽ ഒരു വശത്ത് ശക്തമായ ജനപിന്തുണയും മറ്റൊരു വശത്ത് വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ്. ഇതാണ് ഒരു ജനാധിപത്യത്തിന്റെ സ്വഭാവവും. എങ്കിലും ലോകതലത്തിൽ ഇത്രയും ഉയർന്ന അംഗീകാരം നേടുന്നത് ഒരു രാജ്യത്തിന്റെ നേതാവിന് വലിയ നേട്ടം തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമായി അടയാളപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി. ഈ നേട്ടം ഭാവിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.